കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതിരാജാവും കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഇന്നയോളം അവിടെ നമ്മെ നടത്തിയില്ലേ? തിരിഞ്ഞു നിന്നിട്ട് ഇന്ന് പ്രഭാതത്തിലും പറയാൻ കഴിയണം, നന്മയല്ലാതെ അവിടെ നിന്നൊന്നും ചെയ്തിട്ടില്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പറഞ്ഞാൽ അവിടുന്ന് ഒഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ആരാണെന്നൊരു ഉറപ്പ് ഇന്ന് പകലിലും ഉണ്ടാവണം. പ്രതിസന്ധി രൂക്ഷമായപ്പോഴും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും ഈശാനമൂലന കൊടുങ്കാറ്റ് വന്നപ്പോഴും പൗലോസിൻ്റെ ഭാഷ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനും പ്രൈസ് ദി ലോർഡ് എന്നോട് പറഞ്ഞു, ധൈര്യത്തോടിരിപ്പീൻ. കൊടുങ്കാറ്റ് വന്നാൽ എങ്ങനെ ധൈര്യത്തോടിരിക്കാൻ കഴിയും? പക്ഷേ പ്രാണന് ഹാനി വരത്തില്ലെന്നും റോമിലെത്തിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ശബ്ദമാകിയാലും ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും നിർത്തേണ്ടവനെ തമ്പുരാൻ നിർത്തും. അവിടുന്ന് എഴുന്നേൽക്കും. കൊടുങ്കാറ്റുകൾ ശാന്തമാകും, തിരകൾ അടങ്ങും, ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കും. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവിക ഇടപെടൽ നമുക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിലും അവിടുന്ന് വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. ധൈര്യത്തോടെ ഇന്നും നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കും. പുറകോട്ട് പോകരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം. സകലത്തെയും ജയിക്കാൻ സകലത്തിന്മേലും അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അവിടെ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സകല ദുഷ്ടശക്തികളെയും കെട്ടുവാൻ, അഴിക്കേണ്ടതിനെ അഴിക്കുവാൻ ദൈവം നിയോഗം നൽകിയെങ്കിൽ ആ അധികാരം തിരിച്ചറിയാതിരിക്കരുതെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കും. ആ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ മുട്ടും മടങ്ങുന്നില്ല, നാവും പുകഴുന്ന ശ്രേഷ്ഠ നാമം ഇന്നും നമ്മുടെ ഇടയിൽ മുഴങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന, മുടന്തർ മാനിനെ പോലെ കുതിക്കുന്ന, ചെകിടറെ ചെവി തുറക്കുന്ന, ഓമർ ശരിയായി സംസാരിക്കുന്ന ആ നാമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നടക്കാത്തത് നടക്കും. 18 സംവത്സരമായി നിവരാത്തത് നിവരും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. 40 വർഷമായി പാരലൈസ് ആയത് കുതിച്ചെഴുന്നേൽക്കും. സ്തോത്രം. 12 സംവത്സരമായി മരണത്തെ ഫേസ് ടു ഫേസ് കണ്ടത് ജീവങ്കിലേക്ക് കടക്കും. ദൈവശക്തി വ്യാപരിക്കും. സ്തോത്രം ചെയ്യാമോ? വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലും തൊടാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സങ്കീർണമെന്ന് കാണുന്ന ചില വിഷയത്തെ ദൈവാത്മാവിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ, നിവർത്താൻ, അതിലേക്ക് ജീവൻ പകരാൻ, സമർത്ഥ്യായ ജീവൻ പകരാൻ, ദൈവ സാന്നിധ്യത്താൽ നിങ്ങളെ നിറയ്ക്കാൻ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് ആ വിശ്വാസമകത്തൊന്ന് വ്യാപരിക്കട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ശക്തമായി നിങ്ങളുടെ ശരീരത്തിലും മൈൻഡിലും ഒന്ന് ഇറങ്ങുന്ന പ്രഭാതമാകട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒടുക്കത്തെ നാളിലല്ല പ്രിയരെ, ഇപ്പോഴും ആ മഹത്വം ഇറങ്ങുന്നുണ്ട് കേട്ടോ. കനാവിൽ ഇറങ്ങിയ മഹത്വം, ലാസറിൻ്റെ കല്ലറയിൽ ഇറങ്ങിയ മഹത്വം, പത്മോസിലിറങ്ങിയ ദൈവമഹത്വം ഇന്നും പകൽ നമ്മുടെ മധ്യം വെളിപ്പെടുത്താൻ അവിടത്തേക്ക് കഴിയും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ട് വളരെ സുപരിതമായൊരു വാക്യം യെശയ്യാപ്രവചനം 54-ാം അധ്യായം 10-ാമത് വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ആരോടെന്നറിയാമോ? അവിടെ വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അടുത്ത വാക്യം വളരെ പ്രസക്തമാണ്. ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് ദൈവമൊന്നും മൗനമായിരുന്നു. കാണാതിരുന്നതല്ല, അറിയാതിരുന്നതല്ല. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കവനേജ്, ദൈവാത്മാവിൻ്റെ വലിയ സ്വാധീനം നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ ദൈവം ചില ടൈമിൽ മൗനമായിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മെൻറ്റാലിറ്റി എൻ്റെ ദൈവത്തിനറിയാം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അല്പനേരത്തേക്ക് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞതല്ല. നമ്മുടെ കുറിവാക്യം, പർവ്വതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല. അവിടെ 2-3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, പർവ്വതങ്ങൾ മാറും. ഉറച്ചു നിൽക്കുന്ന, ഏറ്റവും ടോപ്പായി നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന പലതും മാറിപ്പോകും. കുന്നുകൾ ഉയർന്നും പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ നിന്ന് മാറി നീങ്ങിപ്പോകും. അടുത്ത, നീങ്ങിപ്പോകാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. അത് നീങ്ങിപ്പോകത്തില്ല. പർവ്വതം മാറും, കുന്നു മാറും, ദൈവത്തിൻ്റെ ദയ നീങ്ങത്തില്ല, അത് മാറത്തില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, യഹോവയായ ഞാൻ മാറാത്തവൻ. യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന അവിടുത്തെ ദയ ഉണ്ടാകും. 2, ദൈവം മാറത്തില്ല. പ്രിയരെ, അപ്പൻ മാറിയാലും, അമ്മ മാറിയാലും, സഹോദരങ്ങൾ മാറിയാലും, ചാർച്ചക്കാർ മാറിയാലും, അധികാരങ്ങൾ മാറിയാലും, രാജ്യങ്ങൾ മാറിയാലും, പ്രൈസ് ദ ലോർഡ്, നിന്നെ വിളിച്ച ദൈവശബ്ദം കേൾപ്പിച്ച് മുൻപോട്ട് പോകാൻ ഇറങ്ങാൻ പറഞ്ഞ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ട് മാറുകയില്ല. മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതാ, കർത്താവേ, അങ്ങയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാ, എന്നെ അയക്കരുത്, എന്നെ ആ സാന്നിധ്യം മാറാത്തതാ കേട്ടോ. ദൈവം പറഞ്ഞില്ല, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പ്രൈസ് ഗോഡ്. ഞാൻ മാറത്തില്ല, എൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ ഇരിക്കും. നീ ചെല്ലുന്നിടത്ത്, നീ നടക്കുന്നിടത്ത്, നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന്, ദൈവം മാറത്തില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, കഴിഞ്ഞ വർഷങ്ങളിൽ, മാസങ്ങളിൽ ചിന്തിക്കും, പലരും മാറിപ്പോയില്ലേ, മറന്നില്ലേ? പക്ഷെ ദൈവം നിങ്ങളെ നിർത്തിയില്ലേ? ദൈവം നിങ്ങളെ കൊണ്ടുവന്നില്ലേ? പലരും പലതും പറഞ്ഞില്ലേ? അതിൻ്റെ അവിടെ ദൈവം പറഞ്ഞു, ഞാൻ മാറാത്തവനായി അവരോട് കൂടെ ഉണ്ടാ. ആഴിയെന്നോർക്കാതെ, ആഴത്തെ പറ്റി ചിന്തിക്കാതെ ദൈവശബ്ദത്തിന് സ്റ്റെപ്പ് എടുത്ത നോഹേ, പ്രളയം വന്നപ്പോൾ ഞാൻ മാറിയോ? വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഉറച്ചു നിന്ന ദാനിയേലേ, സിംഹത്തിൻ്റെ കുഴി വന്നപ്പോൾ ഞാൻ മാറിയോ? ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളെന്ന് പ്രഖ്യാപനം ചെയ്ത ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, ഞാൻ തീച്ചൂളയിൽ മാറിയോ? ഞാൻ ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. പത്മോസ് വന്നാലും എൻ്റെ കർത്താവ് മതി എന്ന് പ്രഖ്യാപനം ചെയ്ത് വെളിപ്പാടിനകത്തേക്ക് കയറി യോഹന്നാനെ, ഞാൻ മാറിയോ? ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ചില്ലേ? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ.
യെസ് ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ ദയ മാറില്ല, ദൈവം മാറില്ല. മൂന്ന്, വചനത്തിന് മാറ്റമില്ല കേട്ടോ. ആകാശം മാറട്ടെ, ഭൂമി മാറട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന്, നിങ്ങളോട് ദൈവം അരുളി ചെയ്ത ഒറ്റ വചനങ്ങളും ദൈവ ശബ്ദത്തിനും ഇന്ന് പ്രഭാതത്തിൽ മാറ്റമില്ലെന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പറ, ഈ വചനത്തിന് മാറ്റമില്ല, ഈ വചനത്തിൻ്റെ ശക്തിക്ക് മാറ്റമില്ല. ഈ വചനം ദൈവമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിന് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. 4, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല കേട്ടോ. 1000 തലമുറ വരെ വിശ്വസ്തത കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ദൈവം, അവിടുത്തെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. 5, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്നാണ്. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ മനുഷ്യപുത്രനുമല്ല. താൻ അരുളി ചെയ്തത് ചെയ്യാതിരിക്കുമോ, കൽപ്പിച്ചത് സംഭവിപ്പിക്കാതിരിക്കുമോ എങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസുകൾ, മാസങ്ങൾക്ക് മുമ്പ് കേട്ടത്, ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ചില കുടുംബങ്ങളെ നോക്കി ദൂത് വിളിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ മാറട്ടെ. കർത്താവ്, മാറാത്ത ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്, മറക്കാത്ത ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. കൂരിൽ വരുമ്പോഴും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറയുന്ന ശബ്ദം ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു. കാരണം അവിടെ ഞങ്ങളോട് കൂടെയുണ്ട്, മാറാതെ. കാര്യത്തിൽ പിടിച്ചവൻ കരുത്തനാണെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങേക്ക് സ്തോത്രം. പർവ്വതങ്ങൾ മാറിയപ്പോഴും, കുന്നു മാറിയപ്പോഴും, പലതും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിയപ്പോഴും അങ്ങ് പറഞ്ഞു, ഞാൻ മാറിയിട്ടില്ല, ഞാൻ നിന്റെ കാര്യത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്വാന്തന ശബ്ദം ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ വ്യാപരിക. രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവാത്മാവിന്റെ വലിയ ഇടപെടിയിൽ ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അടഞ്ഞ വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടണമേ. പ്രാർത്ഥനയിൽ വേദനയോടെ, ശക്തി ചോർന്ന്, ഇനി നിൽക്കാൻ പറ്റത്തില്ലെന്ന് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ചിന്തിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിലനിർത്തുന്ന ദൈവസ്വാധീനം, ദൈവത്തിന്റെ ആ പ്രസൻസ് ഇന്ന് പകൽ വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞങ്ങ് ആരാധിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ജനം വിടുതലിലേക്ക് നയിക്കപ്പെട്ട മാറാത്ത കർത്താവ്, മാറാത്ത വചനം, മാറാത്ത ദൈവശബ്ദം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. മാറാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമുക്ക് തിരിച്ചറിയാം. ആരും മാറിയാലും പറ, എൻ്റെ കർത്താവ് മാറത്തില്ല. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.